ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്ന ക്ലീഷേ നിങ്ങൾ എല്ലാവരും കേൾക്കാറുള്ളതാണ്. ഇറ്റ്സ് മൈ എത്രാമത്തെ വീക്കാണെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ദിസ് മൈ 4th വീക്ക് ഇൻ മൈ റൂം, ലിറ്ററലി ഇൻ മൈ റൂം. 4 ആഴ്ചയായി ഞാൻ ഇവിടെ വന്നിട്ട് ജോലിയും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും ഇതുവരെയും വന്നില്ല. ജോലിയില്ല എന്നുള്ളൊരു ഇതേ ഉള്ളിപ്പം. അപ്പം ഞാൻ ഓർത്തു, ഞാൻ കുറച്ച് കുർത്തികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടുത്തെ തണുപ്പ് കാരണം കുർത്തിയൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ ആ കുർത്തികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അച്ചുവിൻ്റെ സോറി ഇതിനകത്ത് നമ്മൾ അച്ചു അല്ല, അമ്മാൻ്റെ കൂടെ പ്രഹസനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് എന്താ നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്? കുർത്തീസ്. ലെമി ഗെറ്റ് ഇറ്റ്. സോ എൻ്റെ കയ്യിൽ കുറേ കുർത്തീസ് ഉണ്ട്, ഒത്തിരി അധികം. നിങ്ങൾ ഈ ഒരു ഏരിയ മൊത്തം നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കുർത്തികളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് പുറത്തോട്ട് എടുത്തിട്ട് നമുക്ക് ഡ്രസ്സപ്പ് ചെയ്യാം. എനിക്കത് മിന്ത്രയിൽ നിന്നാണ്. പിന്നെ ഞാൻ നാട്ടിൽ പോയപ്പോൾ കുറച്ച് കുർത്തികൾ എടുത്തായിരുന്നു. ഇതാണ്. കുറച്ചും കൂടെ കുർത്തീസ് ഉണ്ട്, പക്ഷെ ഞാനത് എപ്പോഴും ഇടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കുർത്തികൾ ഇടാൻ പോകുന്നു ഗൈസ്. നിങ്ങൾ ആരും വിഷമിക്കരുത്. ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. എല്ലാവരും വാച്ച് ചെയ്യുക പ്ലീസ്. സോ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കുർത്തി. പേടിക്കണ്ട, ഞാൻ പാൻറ്റും കൂടി ഇട്ടിട്ട് വരാം. സോ ഇതാണ് ഇതിൻ്റെ പാൻറ്. നിങ്ങൾ നോക്കുമ്പോൾ ഞാനൊരു സോക്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഈ കുർത്തി ഇട്ടേക്കുന്നത്. ഇത് നല്ലൊരു കുർത്തിയാണ്. ഇത് നമുക്ക് ആംഗിൾ ഒന്ന് മാറ്റി പിടിച്ചാലോ. സോ മുടിയൊക്കെ മുടി ചീകിയില്ലെങ്കിൽ എന്തൊരു അഭംഗിയാണ്. എൻ്റെ മുടിയൊക്കെ വളർന്നു ഗൈസ്. നിങ്ങൾ യെസ്, ഇതാണ് എൻ്റെ ഒരു കുർത്തി. എങ്ങനെ ഇതിന് കണ്ണാടിയൊക്കെ ഊരിയൊരു വീഡിയോ എടുക്കണം. കണ്ണ് കാണത്തില്ലെന്നേ ഉള്ളൂ. ഒന്ന് തിരിയുമ്പോൾ ഒന്നിങ്ങനെ വരുന്നു. What do you say? ഒരു വീഡിയോ എടുത്താലോ ഗായ്സ്? നമ്മൾ റീലിനുള്ള ഒരു വീഡിയോ എടുത്തു, പക്ഷെ അത് പോസ്റ്റ് ചെയ്യാമെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാനായതുകൊണ്ട്. പിന്നെ ഇതിനെങ്കിലും ഹീൽസ് കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. ഈ പാൻറ് ഇച്ചിരി ഇറക്ക കൂടുതലായതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പാണ് ഇത്. ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ചപ്പം ഇതിൻ്റെ ആദ്യത്തെ ഇറക്കം ഇവിടം വരെയായിരുന്നു. ഇവിടം ഐ മീൻ ഈ സാധനത്തിൻ്റെ. ആൻഡ് ഞങ്ങളുടെ ഒരു ആൻറ്റി, വളരെ കഴിവുള്ള ആൻറ്റി ആയതുകൊണ്ട് ആൻറ്റി എനിക്കത് സെറ്റ് ചെയ്തു തന്നു ഗൈസ്. അതെനിക്ക് ചെറുതാക്കി. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് വലുതാക്കാനുള്ള ഒരു സ്പേസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ആൻറ്റി അതിനകത്ത് എക്സ്ട്രാ തുണി ഇട്ടത് വലുതാക്കി ഗൈസ്. ആൻറ്റിയെ കൊണ്ടല്ല വേറെ ആർക്കും കഴിയില്ലത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ നമ്മോട് പറഞ്ഞു, ഇനി എൻ്റെ തുണിയല്ല ഞാൻ ആൻറ്റിയുടെ കയ്യിൽ കൊടുക്കുന്നതെന്ന്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. ഇനി ഞാൻ ഇത് നിങ്ങളെ ഇട്ട് കാണിക്കാം. പാൻറ് ഒരു വൈറ്റ് പാൻറ് ഇടുവാണ് ഏറ്റവും നല്ലത്. ഇതിപ്പം എനിക്ക് വേറെ പാൻറ് ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്, അല്ലെങ്കിൽ ഞാൻ പൊളിച്ചേനെ. ഇപ്പം നല്ലല്ലേ? ഞാൻ പാൻറ് വരെ ഉണ്ടോ നോക്കട്ടെ. എപ്പോഴും ഒരു ലൂസ് പാൻറ് ഇടാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് അത്രയും ടൈറ്റ് പാൻസ് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് തോന്നില്ല ഈ പാൻസ് ഇതിനോട് ചേരുന്നുണ്ടോ എന്ന്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മൾ അങ്ങനെയാണല്ലോ ഓരോ സ്റ്റൈൽ ചെയ്യുന്നത്. ഇനി നമുക്ക് മുടി ഒന്ന് ചീകിയേക്കും. നമ്മൾ കുറച്ച് ഷേപ്പ് ഉള്ളത് കൊണ്ട് മനസ്സിലായി കാണില്ല അല്ലേ? ഷേപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഷേപ്പ് ഇല്ലാത്തവർക്ക് പിന്നെ എല്ലാം ചേരുമല്ലോ. ഞാൻ പിന്നെ ഇട്ടേക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇപ്പം
ബോഡി ഷേമിങ്ങോ ഒന്നുമല്ല. ഇതാണ് ഇതിൻ്റെ കഴുത്ത്, ഇങ്ങനെ ഇരിക്കും. ആൻഡ് ബേസിക്കലി ഐ ലൈക്ക് ഇറ്റ്. ഈ സാധനം ഒന്ന് ഇച്ചിരി അകത്ത് കയറ്റി വെച്ചാൽ മതി, കാണാനൊന്നും ഇല്ല. ഓക്കെ, കയ്യിൽ എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാം, കമ്മൽ എന്ത് വേണമെങ്കിലും ഇടാം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ റിങ് ആയിരിക്കും കുറച്ചും കൂടെ ചേരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. റിങ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കമ്മലൊക്കെ ആട്ടോ ഭയങ്കര ഇഷ്ടം. I prefer these type of kammals. If you want, you can wear. Oh, these kammals. But yes, I suggest that. ഒന്ന് വെയിറ്റ് ചെയ്യണം. എൻ്റെ മുടി നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, കാരണം എൻ്റെ തല കഴുകാത്ത എൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. So, how does it look? I liked it. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബേസിക്കലി. സോ നമുക്ക് അടുത്ത റീലിൻ്റെ വീഡിയോ എടുക്കാം. മൂവിങ് ഓൺ. ഈ ഡ്രസ് നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ കാണുവാണെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ യെസ്, പക്ഷെ ഞാൻ ഇപ്പോഴും പറയുവാണ്, ഈ സാധനം ഇവിടം വരെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ തയ്പ്പിച്ച് സെറ്റാക്കി എടുത്തതാണ്. ആൻഡ് ഈ സൈസ് സ്മോൾ ആണ്. സ്മോൾ എനിക്ക് തോന്നുന്നു എനിക്ക് മീഡിയം വേണമായിരുന്നു, കാരണം അപ്പം കുറച്ചും കൂടെ ലൂസായിട്ട് ഇരുന്നേന്. ഓക്കെ, ബട്ട് ഇറ്റ്സ് ഓക്കെ, സെറ്റാക്കി എടുത്തു. നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് ഇതാണ്. ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടരുത്. ഇത് കുറേ പേരുടെ ഒരു അഭിപ്രായമായിരുന്നു, പക്ഷെ എനിക്ക് തേക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുകയാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ്. എനിക്ക് കളർ പൊതുവെ ഇഷ്ടമാണ്. ഇതാണ് ഇതിൻ്റെ ഷോള്. അപ്പോൾ ഈ ഷോളിന് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നീളം, ഞാൻ മറന്നുപോയി ഗൈസ്. സോ ഇതുകൊണ്ട് നമുക്കിങ്ങനെ എന്താ താഴെ നിൽക്കാതെ, നമുക്കിങ്ങനെ ഷോൾ ഇട്ട് വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ നമ്മൾ അതിന് പറ്റിയ എൻ്റെ റൂം കണ്ട നിങ്ങൾ പേടിക്കരുത് ഗൈസ്. ഇങ്ങനെയാണ് ഒരു സാധാ പെണ്ണുങ്ങളുടെ റൂം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും വൃത്തിയൊന്നുമില്ല, പക്ഷെ വൃത്തിയാണ്. എനിക്ക് ഇടയ്ക്ക് വൃത്തിയില്ലെങ്കിലും മിക്കപ്പോഴും വൃത്തിയുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ കമ്മലിടുന്നു. ആകെ എനിക്ക് ഈ കമ്മലേ ഉള്ളൂ ഇതിൻ്റെ കൂടെ. ഇത് ചേരും, ഇത് ചേരും ഗൈസ്, അല്ല ഞാൻ ചേർപ്പിക്കും. അതാണ് ഞാൻ. ഓക്കെ, ഇത് ചേർന്നില്ലേ നമ്മൾ ചേർപ്പിക്കും. പിന്നെ കമ്മൽ, മാല ഇടുന്ന, അല്ല കണ്ണാടി ഇടുന്നൊരു പ്രശ്നമാണ്. ഹലോ ഗൈസ്, ഇനി നമ്മൾ ഇങ്ങോട്ട് മാറി കുറച്ച് ഷോ കാണിച്ചു തരാം ഞാൻ. ഇങ്ങനെ ഇടുക. ഇതിൻ്റെ ലിങ്കും ഞാൻ കാണുവാണ് ഇട്ടേക്കാം കേട്ടോ. ഇതാണ് ഔട്ട്ഫിറ്റ്. ആരും പഠിക്കേണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, ഞാൻ വിചാരിക്കുന്നു ഇത് വേറെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഇടാം. ഇത് നൈസ് അല്ലേ? ഐ ലൈക്ക് ഇറ്റ് ഗൈസ്. നമ്മൾ ഭയങ്കര പ്രിൻസസ് റൗണ്ട് പോലെയായിരുന്നു. നമ്മളതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അവിടുത്തെ ക്ലോതിങ്ങിലേക്ക് പോവുകയാണ് ഗൈസ്. എനിക്കത് ഷോൾ ഇല്ലാതെ കുറച്ചും കൂടെ നല്ലത്. എനിക്ക് തോന്നുന്നു ആൻഡ്രിയുടെ പരിപാടിക്ക് ഇതിട്ടുകൊണ്ട് പോയാൽ മതിയായിരുന്നു. ഇതായിരുന്നു കുറച്ചും കൂടെ നല്ലത്. യെസ് ഗൈസ്, ബട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏകദേശം ഈ ഒരു സാധനമാണ് ഞാൻ ഇനി ഇടാൻ പോകുന്നത്. ദിസ് വൺ ഗൈസ്. പക്ഷെ തേച്ചിട്ടില്ല, അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ എന്നെ ആക്രമിക്കരുത്. എനിക്ക് തേക്കാനുള്ള പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെ തേക്കാം. നമ്മൾ തേച്ചു, പക്ഷെ ഞാൻ ഒത്തിരി പ്രസ് ചെയ്ത് തേച്ചിട്ടില്ല. ബേസിക്കലി ഒരു കാര്യം കൂടെ, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ അമ്മയ്ക്ക് തീരെ ഇങ്ങനത്തെ ഇഷ്ടമല്ല. എൻ്റെ അമ്മയോട് പറഞ്ഞു, മോളെ ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ബട്ട് അമ്മ പറയുന്നത്, എൻ്റെ കസിൻസ് പറഞ്ഞു, സിൻസ് യു ഹാവ് ഫ്ലാറ്റ് യു നോ വാട്ട് എവർ ഇറ്റ് ഈസ്. സോ നമ്മൾ സങ്കടപ്പെടാൻ തളരുമില്ല രാമൻകുട്ടി, നമ്മൾ തളരും.
ഇതാണ് ഫിറ്റ്. ഇതല്ല ഇതിൻ്റെ പാൻറ്, ബട്ട് ഇതിൻ്റെ കൂടെ ഈ കമ്മൽ നന്നായിട്ട് ചേരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പാൻറ്. ഇതിൻ്റെ പാൻറ് ഇച്ചിരി ചുരുങ്ങിയോന്ന് എനിക്ക് സംശയമില്ലാണ്ടില്ല. ഇതും സൈസ് സ്മോൾ ആണ്. എൻ്റെ കുർത്തിയുടെ എല്ലാ സൈസും സ്മോൾ ആണ്. ഓക്കെ, സോ ഗൈസ്, ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഇതിലൊരു ഷോൾ ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഞാൻ ഇതിനകത്ത് കണ്ടുള്ളൂ. ബട്ട് അതർവൈസ് ഇറ്റ് ഈസ് നൈസ്, ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ദ ബെസ്റ്റ്. ഇത് തേക്കാത്തതിൻ്റെ ഒരു കുറവുണ്ട്. നല്ല കുറവല്ലേ? യെസ് ഗൈസ്, തേക്കാത്തതിൻ്റെ നല്ല കുറവുണ്ട്. ഇതിൻ്റെ കൂടെ ഹീൽസ് ചേരുമോ എന്ന് ചോദിച്ചാൽ ചേരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ ഗീതം പാടാൻ നിൽക്കുന്ന പോലെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്യുന്നോന്ന് ചോദിച്ചാൽ പ്രൊസീഡ് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. ഞാൻ മേടിച്ചു പോയി. എനിക്ക് ഇങ്ങനത്തെ ഇത് ഇഷ്ടമാണ്, ടു ബി ഓണസ്റ്റ്. അപ്പോൾ ഗൈസ്, അത്ര ഉള്ളൂ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രയും വയറൊന്നുമില്ല. ഇത് കണ്ടാൽ ഞാൻ പ്രഗ്നന്റ് എന്ന് തോന്നും. അതിങ്ങനെ ഇരിക്കുന്നുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്ലാറ്റ് വയർ നിങ്ങൾ കാണുന്നുണ്ടോ? അതാണ് എൻ്റെ വയർ. ഓക്കെ ഗൈസ്, അപ്പം ഇതുവരെയും വേറെ ഒന്നും ഇടാനുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. പക്ഷേ ഞാൻ മടുത്ത് സത്യം പറഞ്ഞു. ഇനി ഇത് തേക്കാനുള്ള കരുത്ത് എനിക്കില്ല. പക്ഷെ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതും മിന്ത്രയെന്നാണ്. ഞാൻ മിക്കതും മിന്ത്രയെന്നാണ് മേടിക്കുന്നത്. കാരണം എനിക്ക് മിന്ത്രയിൽ എൻ്റെ സൈസ് അറിയാം. ഇതാണ് വേറെ പച്ച. ഇഫ് യു വോണ്ട് എന്നല്ല, ഐ വിൽ വെയർ ഇറ്റ് ആൻഡ് ഷോ ഇറ്റ്. പഠിക്കേണ്ട ഗൈസ്, ഐ എം ഓൾ റൈറ്റ്. സോ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെയാണ്. ഇങ്ങനത്തെ വർക്ക്, പിന്നെ ഇത് കണ്ടോ, ആൻഡ് കാലിലും ഉണ്ട് അങ്ങനെ. സോ അതാണ് എനിക്കിഷ്ടം. ആൻഡ് ഇതിനും ഷോൾ ഇല്ല, അത് മാത്രമാണ്. ഇല്ല, ഇതിന് ഷോൾ ഉണ്ട് ഗൈസ്, ഇതിന് ഷോൾ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഷോൾ. ഇത് എപ്പം ഞാൻ പള്ളിയിൽ പോയാലും ഇതിട്ടുണ്ടാണ് പോകുന്നത്. എനിക്ക് ഷോൾ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മാനേജ് ചെയ്യാൻ അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഇത് കണ്ടാൽ നല്ല ഭംഗിയില്ലേ? ഇതാണ് ഇതിൻ്റെ ഷോൾ. ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഇങ്ങനെയായാലും എന്നെ പെണ്ണായിട്ടൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് ഇരിക്കാൻ വയ്യ, അതാണ് പ്രശ്നം. ഇങ്ങനെയായാലും എന്നെ പെണ്ണായിട്ട് കാണട്ടെ എന്ന് വിചാരിക്കുന്നവരോട് താഴെ വീഴരുത്. യെസ്, ഇത് കണ്ട് പേടിക്കരുത്. അപ്പം കമ്മൽ വേണമെങ്കിൽ ഇത് കൂടെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് പിങ്കാണ്, പക്ഷെ അതറിയത്തില്ല. പിന്നെ ഗൈസ്, ഇതാണ് എൻ്റെ ഇന്നത്തെ പരിപാടി. വേറെ ഒരു പരിപാടി ഇല്ലാത്തതിനാൽ നമ്മൾ ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യമില്ല, ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉള്ള വീഡിയോ ആണെങ്കിലും പ്ലീസ്. വേറൊരു പരിപാടി ഇല്ലല്ലോ, ഇതൊക്കെ കണ്ടിരിക്കുന്നല്ലേ പരിപാടി. അപ്പം ഇനി ഒരിക്കൽ കൂടെ താഴെ വീണു തോന്നല്ലേ. ഒരു വിധത്തിൽ ഞാൻ ഡാൻസ് ചെയ്ത് വരുമായിരുന്നു. ഇനി നമ്മൾ കാണുന്നതിനും വരെ നന്ദി, നമസ്കാരം.